Hi friends, welcome back to Widget Master. Kalki 2898 AD തുടക്കത്തിൽ വലിയ ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ വലിയ ഒരു ആകാംക്ഷയോ ഇല്ലാതിരുന്നൊരു സിനിമ ഇപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഹൈപ്പ് എല്ലാം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഈ സിനിമ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്ലിംസ് എല്ലാം തന്നെ ഒരുപാട് അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പറയുന്നതുമാണ്. സോ എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് കൽക്കി 2890 എന്ന ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാനും നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലക്കണം എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എഴുതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കൽക്കി 2898 AD സിനിമ പറയുന്നത് പോലെ തന്നെ കൽക്കിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ കൽക്കി പുരാണവുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മൾ ഇന്ത്യൻ മിത്തോളജിയിൽ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ളത് പോലെ പല ഏൻഷ്യൻ മിത്തോളജികളെയും മോഡേൺ ആക്കി കൊണ്ടുവന്ന് അതിനെ എല്ലാത്തിനെയും ഒരു ബ്ലെൻഡ് ആക്കി കൊണ്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. ഇവിടെ നാഗശ്വിൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ മിത്തോളജിയെയും അതേപോലെ ഇന്ത്യൻ ഫ്യൂച്ചറിനെയും തന്നെയാണ്. കൽക്കിയുടെ വരവ് തന്നെയാണ് ഈ സിനിമയിലെ മെയിൻ പ്രമേയം. കലിയുഗം അവസാനിപ്പിക്കാൻ കൽക്കി വരുന്നു. ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കഥ. എന്നാൽ ഇതിലേക്ക് എത്തുന്നത് തന്നെയാണ് ഈ സിനിമയെ വളരെയധികം വ്യത്യസ്തമാക്കി മാറ്റുന്നത്. ഓൾറെഡി കൽക്കിയുമായി ബന്ധപ്പെട്ട് ഏകദേശം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അവ ഓരോന്നും പറയുന്നത് ഓരോ പ്രത്യേക രീതിയിലുള്ള കഥ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ തരുന്നില്ല, കാരണം എല്ലാം മിത്തോളജിയാണ്, ഓരോരുത്തരുടെ ഭാവനയാണ്. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൽക്കിയുടെ ആ ഒരു ജന്മവുമായി ബന്ധപ്പെട്ട് ശംബാല കാണിക്കുന്നുണ്ട്, അതേപോലെ കോംപ്ലക്സ്, കാശി എന്നീ നഗരങ്ങളും കാണിക്കുന്നുണ്ട്. ഇവ മൂന്ന് മാത്രമാണ് ഈ അവസാന സമയത്ത് അല്ലെങ്കിൽ ഈ ഭൂമി അവസാനിക്കാൻ പോകുന്ന നേരത്ത് നിലനിൽക്കുന്നത്. ശംബാല എന്ന ഈ ഒരു സിവിലൈസേഷൻ കൽക്കിയുടെ ആ ഒരു ജന്മവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രസിദ്ധമാണ്. ഇപ്പോൾ തന്നെ പല ഇടങ്ങളിൽ നോക്കിയാലും ഈ ഒരു ശംബാലയുമായി ബന്ധപ്പെട്ട ഒരുപാടധികം റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എവിടെയാണെന്ന് കൃത്യമായിട്ടും ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത, എന്നാൽ കുറേയധികം മാപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലം, ദ പ്ലേസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ സ്ഥലം എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ നോക്കിയാൽ പോലും ഒരുപാടധികം ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് കൽക്കി ജനിക്കുന്നത്, കലിയുഗം അവസാനിപ്പിക്കാൻ. ഈ ഒരു ത്രെഡിൽ നിന്നാണ് നാഗ അശ്വിൻ ഈ ഒരു സിനിമയെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് ശംബാല എന്ന സ്ഥലം അവർ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു 3 സ്ഥലമാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ശംബാല, കോംപ്ലക്സ്, കാശി. കോംപ്ലക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. ശംബാലയിലായിട്ടാണ് കൽക്കി ജനിക്കാൻ പോകുന്നത്. കോംപ്ലക്സ് ഉയർന്ന ആൾക്കാർ മാത്രം നിൽക്കുന്നു. മറ്റൊരു പ്രത്യേകമുള്ള കാര്യം എന്തെന്നാൽ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ആർക്കും തന്നെ ദൈവങ്ങളെ ആരാധിക്കാനോ പൂജിക്കാനോ സാധിക്കില്ല. ഒരു വിഗ്രഹം കയ്യിലുണ്ട് എങ്കിൽ പോലും അവർ പിടിക്കപ്പെടും. അത്രമാത്രം ക്രൂരത നിറഞ്ഞ ഒരു സ്ഥലം. അവിടെ കലി വാഴുന്നു. ഈ ഒരു കഥാപാത്രമായിട്ട് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കമലഹാസൻ തന്നെയായിരിക്കും വരുന്നത്. ശേഷം കൽക്കിയുടെ ആ ഒരു ജന്മം എടുക്കുന്നു. ദീപിക പദുക്കോണിന്റെ കുഞ്ഞായിട്ടാണ് കൽക്കി വരുന്നത്. അതിനെ സംരക്ഷിക്കാനുള്ളത് അശ്വത്ഥാമ. ഈ അശ്വത്ഥാമ നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടുള്ള അതേ കഥാപാത്രവുമാണ്, അഥവാ ശ്രീകൃഷ്ണനാൽ ശപിക്കപ്പെട്ട ഒരു കഥാപാത്രം. ഒരിക്കലും മരിക്കില്ല, അല്ലെങ്കിൽ എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത് അന്ന് മാത്രമേ നീ മരിക്കൂ എന്നാണ് ശ്രീകൃഷ്ണന്റെ ആ ഒരു ശാപം അശ്വത്ഥാമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം ഇപ്പോഴും ജീവിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത എന്നാൽ ജനിച്ചപ്പോഴേ നെറ്റിയിലായിട്ട് ഒരുതരം പ്രത്യേക മണിയോടുകൂടിയാണ് ജനിച്ചിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബ്രഹ്മാസ്ത്രം ഉണ്ടാക്കിവിട്ട അശ്വത്ഥാമാവിന് അത് തിരികെ എടുക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ അരച്ചെന്ന് പതിക്കുന്നത് ഉത്തരയുടെ ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക്, അഥവാ ഉത്തരയുടെ വയറ്റിലേക്ക്. ഈ കാരണത്താൽ തന്നെ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുകയും എന്നാണോ ഈ ലോകം അവസാനിക്കുന്നത് അന്ന് വരെ നീ മരണമില്ലാതെ ജീവിക്കും, ഇത്തരത്തിലുള്ള ഒരു ശാപം നൽകി. ഈ ശാപം നൽകിയത് മാത്രമല്ല നെറ്റിയിലുള്ള ആ ഒരു മണിയെ പറിച്ചെടുക്കുകയും ചെയ്തു. ഇത്തരത്തിലാണ് അശ്വത്ഥാമാവിന്റെ കഥ. അങ്ങനെ അശ്വത്ഥാമ ഇപ്പോഴും നിലനിൽക്കുന്നു. ലോകം അവസാനിക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കൽക്കിയുടെ ആ ഒരു വരവിനെ കാത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാൽ എന്താണോ നമ്മൾ ആ ഒരു മഹാഭാരത കഥയിലായി കണ്ടിട്ടുള്ളത് ആദ്യം നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അഥവാ ഉത്തരയുടെ ആ ഒരു കുഞ്ഞിനെയും മരണത്തിലേക്ക് പോലും തള്ളിവിട്ട അശ്വത്ഥാമ ഇപ്പോൾ കൽക്കിയുടെ ജനനത്തിനായി കുഞ്ഞിന് വേണ്ടി നിൽക്കുന്നു. വളരെയധികം മികച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നത് വളരെയധികം കൃത്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോഴും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് വളരെയധികം കൺഫ്യൂഷൻ തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാടധികം കാര്യങ്ങൾ ഈ ട്രെയിലറിലൂടെ നാഗാശ്വിൻ നൽകിയിട്ടില്ല.
അത്രമാത്രം കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു ട്രെയിലറിൽ നോക്കിയാൽ പല ഭാഗത്തായിട്ടും നമുക്ക് അശ്വത്ഥാമയുടെ നെറ്റിയിലായിട്ട് ആ ഒരു മണി കാണാൻ സാധിക്കുന്നു, അഥവാ ആ ഒരു രത്നം പോലെയുള്ളവ. സോ അതുകൊണ്ട് തന്നെ ടൈം ട്രാവൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ സംഭവിക്കുമെന്നും അതിന്റെ കാരണത്താൽ പ്രസന്റ് കാലത്ത് അല്ലെങ്കിൽ ഈ കൽക്കി സിനിമ നടക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാടധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു, അശ്വത്ഥാമ മാറുന്നു എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഈ ട്രെയിലറിന്റെ പല ഇടങ്ങളിലായിട്ട് നമ്മൾ മഹാഭാരത യുദ്ധവും ഇതുകൂടാതെ ഉത്തരയുടെ വയറ്റിലേക്കായിട്ട് ബ്രഹ്മാസ്ത്രം വന്ന് തടുത്ത് വീഴുന്നതായിട്ടും നമ്മൾ കാണുകയും ചെയ്യുന്നു. സോ അതോടെ തന്നെ ഇന്ത്യൻ മിത്തോളജി കൃത്യമായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പ്രത്യേകതയുള്ള കാര്യം എന്തെന്നാൽ ഇതിൽ മഹാഭാരതം മാത്രമല്ല ഉള്ളത്, രാമായണത്തിന്റെ പല കാര്യങ്ങളും കാണാനും സാധിക്കുന്നു. അതായത് ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളത് ഭൈരവിയാണ്, അഥവാ പ്രഭാസ്. ഈ പ്രഭാസ് പോലും മറ്റൊരു ദൈവത്തിന്റെ അവതാരമായിട്ടാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തിയറിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹനുമാനായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാടധികം തിയറികൾ ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു സിനിമ അഥവാ കൽക്കി 2898 AD ബന്ധപ്പെട്ട് ഒരു ചെറിയ ആനിമേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രീക്കലായിട്ട് ഒരു ആനിമേറ്റഡ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ആനിമേറ്റഡ് വീഡിയോയിലായിട്ട് അദ്ദേഹം വ്യക്തമായി പറയുന്നു, മഹാഭാരതത്തിന്റെ കഥ എന്താണോ അതിന്റെ സീക്വലാണ് കൽക്കി 2898 AD എന്നുള്ളത് തന്നെ. ഓൾറെഡി മഹാഭാരതത്തിലും ഹനുമാനുമായി ബന്ധപ്പെട്ട പല റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നേരിട്ട് വന്നിട്ടുമുണ്ട്. കാരണം ഭീമസേനന്റെ സഹോദരനായിട്ട് തന്നെയാണ് ഹനുമാനെ കാണപ്പെടുന്നതും വായുപുത്രന്മാർ. സോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ നമ്മൾ കാണും. തീർച്ചയായിട്ടും ഒരേ ഉറപ്പാണ്, ഇന്ത്യൻ മിത്തോളജി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ പോലും നമുക്ക് നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം സിനിമ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്തൊക്കെ തന്നെയാലും ഒരേ ഉറപ്പാണ്, കാത്തിരിക്കാൻ പോകുന്ന ഒരു വളരെ നല്ല സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പ്രഭാസിന്റെയും വളരെ മികച്ച ഒരു സിനിമ, അതും നല്ല മേക്കിങ്ങിലൂടെ നല്ല സ്റ്റോറിയിലൂടെ, പ്രത്യേകിച്ച് ഡിഫറെന്റ് സ്റ്റോറി ലൈനിലൂടെ തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും കാത്തിരിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഇവരുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസിസും പ്ലോട്ട്സും ഇവരുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എന്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.